ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ വിഭവമായ ഏത്തയ്ക്ക പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നടുവേ കീറിയിട്ട് 4ആയിട്ട് ഭാഗിച്ച് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലോട്ടാക്കാം. അതിനുശേഷം കറിവേപ്പില, 2 പച്ചമുളക്, ഇത്തിരി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ നമുക്കത് അടിക്ക് പിടിക്കും. ഏത്തപ്പഴം പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റം ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതും പിന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കുനുകുന അരിഞ്ഞതും കൂടിയിട്ടാണ്. അതൊരു 1/4 കപ്പ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ആ അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കാം. ഏത്തയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് ഇതിവിടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു പിടി ശർക്കര ചീകിയതും കൂടി നമുക്ക് ഇതിനകത്തോട്ടേക്ക് യോജിപ്പിച്ച് നല്ലപോലെ യോജിപ്പിക്കാം. അത് ഒന്ന് കുറുകി പറ്റി വരണം വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, നമ്മുടെ തേങ്ങാപ്പീരയും നമ്മുടെ ഏത്തയ്ക്കയും ഏത്തപ്പഴവും കൂടിയിട്ടുള്ള അരപ്പ്, അതിലോത്തോട്ടേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ കടുക് പൊട്ടിച്ചത് ഇടുന്നുണ്ട്. നമ്മൾ കടുക് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതിയാകും. അത് നമ്മൾ 2 ടേബിൾ സ്പൂണോളം നമ്മളിട്ട് യോജിപ്പിച്ച് നല്ലപോലെ ഇളക്കി അത് യോജിപ്പിക്കുക. അതിനുശേഷം വറ്റി വന്ന ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഒത്തിരി തിളയ്ക്കാൻ വെക്കേണ്ട, ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയാകും. ഇനി ഇതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇച്ചിരി പുളിയുള്ള തൈര് ഒരു 1/4 കപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിനി ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം വറവിനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. നെയ്യിലിടുന്നതാണ് കുറച്ചും കൂടി സ്വാദ്. നെയ്യ് നല്ലപോലെ ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഒരു പിടി കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ ഒരു ഇച്ചിരി ജീരകവും ഒരു ടീസ്പൂണോളം നല്ല ജീരകവും വറ്റൽമുളകും കറിവേപ്പിലും കൂടിയിട്ട് നമുക്കത് വറുത്തെടുക്കാം. അതിനുശേഷം ആ ഇതിനകത്തോട്ടേക്ക് ഈ മിശ്രിതത്തിലോട്ടേക്ക് നമുക്ക് ചേർത്തിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം മാത്രം നമ്മൾ അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏത്തയ്ക്ക പച്ചടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.